നമുക്കിന്ന് പഴമോര് കാച്ചാം. ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ടതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞ ശേഷം 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ 2 പഴുത്ത പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയിട്ട് അത് മൂടി വയ്ക്കാം ഒന്ന് വേവാൻ. അപ്പോൾ ഒരു നാളികേരത്തിൻ്റെ പാല് നല്ല ജീരകം ചേർത്തരച്ചതാണ്. ആ പാലതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വെന്ത് കുറുകും അത്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് വെന്തതിന് ശേഷം അധികം പുളിയില്ലാത്ത മോര് ഒഴിച്ചു കൊടുക്കാം. തൈരാണുള്ളെങ്കിൽ ആ തൈര് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് തിള വരും. അപ്പം നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഉപ്പും എരിവൊന്ന് നോക്കാം. പുളി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഷ്ടമെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.